എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. സ്ഥലം പഴയലക്കിടിയാണ്, പത്തിരിപ്പാലടുത്ത് പഴയലക്കിടി. ഏഷ്യൻ ഡെക്കറേഷൻ ഇവൻസിൻ്റെ മെറ്റീരിയലുകൾ റെൻറ്റിന് കൊടുക്കലാണ് എൻ്റെ ജോലി. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്. ഫാദർ പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു തൊഴിൽ അതാണ് സെറ്റാകുക തോന്നിയപ്പോൾ അതങ്ങനെ തുടർന്ന്. കബീർ ഏകദേശം ഒരു 10-40 വർഷമായി ആൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനിപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷം ആയി. 20-25 വർഷത്തിൻ്റെ ഉള്ളിലായി. ചെറുപ്പം മുതൽ നമ്മളിത് കണ്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തുടർന്ന് പോണു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയാണ്. നമ്മൾ മാരേജ് ആവശ്യങ്ങൾക്കുള്ള ഫങ്ഷനൊക്കെ ഉള്ള മെറ്റീരിയൽസുകളാണ്. കല്യാണം അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ റെൻറ്റിന് കൊടുക്കുക. പന്തലുകൾ, പിന്നെ ഈ കാറ്ററിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സുകളുണ്ടല്ലോ, കൗണ്ടർ കാര്യങ്ങൾ, അങ്ങനെയുള്ള സെറ്റിങ്സുകൾ. അല്ല, മെയിൻലി നമ്മൾ ഫോക്കസ് പാലക്കാട് ജില്ലയാണ്. പിന്നെ എവിടത്തേക്ക് വിളിച്ചാലും പോയി ചെയ്യാറുണ്ട്. തമിഴ്നാടൊക്കെ പോകാറുണ്ട്. നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ ആവശ്യപ്പെടുന്ന നമ്മളവിടെ എത്തിച്ചു കൊടുക്കും. അല്ല ഇവിടെ കൂടുതൽ കൊണ്ടുപോകുക ഇതിനോടനുബന്ധിച്ചുള്ള ആളുകളെ കൊണ്ടുപോകും. കസ്റ്റമർ കൊണ്ടുപോയില്ല. കസ്റ്റമറൊക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മളവിടെ എത്തിച്ചു കൊടുക്കും. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു 10-20 വർഷത്തിൻ്റെ മേലെയായി. സ്റ്റാഫുകൾ 5-6 പേരുണ്ട്. കുഴപ്പമില്ല. അങ്ങനെ സ്ഥിരമായിട്ട് 2-3 ആളുണ്ട്. അല്ലാത്തും വർക്ക് ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ആളുകളെ നമ്മൾ ടെമ്പററി ആയിട്ട് ചേർക്കും. എൻക്വയറി അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ഈ മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. അവരത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കും. അങ്ങനെ വർഷത്തിലൊരു 3-4 തവണയൊക്കെ നടത്തും. 4-5 തവണയൊക്കെ നടത്തും. സീസൺ അനുസരിച്ച് ഓരോ മൂവിങ്ങിന് അനുസരിച്ചാണ് ഇറക്കുക. നമ്മളിപ്പോൾ ഒരു 1000 പേരെ ഫങ്ഷൻ വെച്ചിട്ടാണ് ഒരു 10-12 സെറ്റിങ്സ് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതിൽ കൂടുതലുണ്ട്. എന്നാലൊരു ആവറേജ് ഇതാക്കിയിട്ട് നല്ല മോഡലൊക്കെ ചെയ്യുമ്പോൾ ഒരു 10-12 പേർക്ക് പന്തലും അതിനുള്ള ഫുഡ് വയ്ക്കാനുള്ള എല്ലാ സെറ്റപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ആര് ഇവൻ്റ് എടുത്താലും നമ്മളവർക്ക് വേണ്ട സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതെ. ഓരോന്നിനും ഓരോ പീസ് റേറ്റ് ഉണ്ട്. ഞങ്ങൾക്കിതിന് സംഘടനയും അസോസിയേഷനൊക്കെ ഉണ്ട്. അവരത് ഇത്ര രൂപ എന്ന് നിശ്ചയിച്ചിട്ടുള്ള പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരം നമ്മൾ കൊടുക്കും. ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യും. സഹോദരൻ സപ്പോർട്ട് ചെയ്യും. സഹോദരനും കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഹോദരനാണ് ഇബ്രാഹിം. ഭാര്യ, 3 മക്കളുണ്ട്. പിന്നെ വാപ്പയും ഉമ്മയുണ്ട്. അത് ഓഡിറ്റോറിയങ്ങളിൽ സെറ്റ് ചെയ്യണത് നമ്മൾ ഓഡിറ്റോറിയം കിട്ടുന്നതെന്ന് വെച്ചാൽ തലേദിവസം കിട്ടുന്നത് തലേദിവസം സെറ്റ് ചെയ്ത് വയ്ക്കും. ചില റിസപ്ഷൻ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഫങ്ഷൻ നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റും. വീട്ടിലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ കുട്ടി നമ്മൾ ചെയ്യും. ടെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അത് നേരത്തെ സമയം അനുസരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കും. അതുണ്ട്. അപ്പോൾ ചെറിയ ഫങ്ഷനായിട്ട് നേരത്തെ തുടങ്ങും. ചിലത് ഒരാഴ്ച മുമ്പേ ഉണ്ടാവും ചെറിയ ഫങ്ഷൻ. അതിനുള്ള സൗകര്യങ്ങൾ നമ്മളപ്പോൾ ചെയ്തു കൊടുക്കും. വിജയം എന്ന് പറഞ്ഞാൽ ആളുകളോടൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ ഫങ്ഷനും ഓരോരുത്തരെ പുതിയ ആളുകളല്ലേ പരിചയപ്പെടുത്താവും. അതായത് ഒരു വീട്ടിലൊരു 1-2 ഫങ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അവരെ കെയർ ഓഫിൽ കിട്ടും. അപ്പോൾ നമ്മൾ അവരായിട്ട് നന്നായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഫ്രണ്ട്ഷിപ്പായി. ഇതിങ്ങനെ തുടർന്ന് പോവുക. അതിൽ പുതിയ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങൾ വരുമ്പോൾ നമ്മളതൊക്കെ ആഡ് ചെയ്യുക. അവർ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. മെയിൻ കാര്യങ്ങൾ അതാണ്. ഇത് പറഞ്ഞ കാര്യം ചില ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പറയുമ്പോൾ ഒന്ന് പറയും, പിന്നെ ചെയ്യുമ്പോൾ വേറെ ഒന്നായിരിക്കും. അങ്ങനെ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അവരാവശ്യപ്പെടുമ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മളതൊക്കെ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അവർക്ക് അപ്പോഴേക്കും തോന്നിയിട്ടുണ്ടാവുക ഇന്നത് വേണം. അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലില്ലെങ്കിൽ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ അടുത്ത ആളുടെ നിന്ന് എടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ അടുത്തുനിന്ന് പല ഇവൻറ്റുകാരും നമ്മുടെ അടുത്തുനിന്നും കൊണ്ടുപോയി ചെയ്യാറുണ്ട്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹകരണത്തിൽ പോകണം. അത് നമ്മളടുത്ത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്ന എല്ലാ ടൈപ്പ് ഫുഡും ചെയ്തു കൊടുക്കും.
സദ്യ ഉണ്ട്, മറ്റേ നോൺ ഐറ്റംസ്, ഇങ്ങനെ ചൈനീസ്, എന്ത് ആവശ്യപ്പെട്ടാലും അവരെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതൊക്കെ ഇഷ്ടംപോലെ സർവീസ് പിള്ളേരും ലേഡീസും വരെ എല്ലാവരും ആവശ്യത്തിനുണ്ട്. നമ്മളത് മാത്രം അവരെ മാത്രം വേണമെങ്കിൽ മറ്റുള്ള ഇവൻ്റുകാർക്ക് നമ്മൾ അവരെയും വിട്ടുകൊടുക്കും. അതുണ്ട്, അതൊക്കെ ഗോഡൗണിൽ സ്റ്റോക്ക് ഉണ്ട്. കുക്ക് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽ, സ്റ്റൗവുകൾ, പാത്രങ്ങൾ എല്ലാം. അതൊക്കെ നമുക്കൊരു 10-12 പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനൊക്കെ കൊടുക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിനുള്ള വാഹന സൗകര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. സ്റ്റുഡിയോ ഒരു 5000 പേരുടെ പരിപാടി, 6000 പേരുടെ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു 1-2 ഫംഗ്ഷനുകളൊക്കെ നമ്മൾ വലുതായിട്ട് ചെയ്തിട്ടുള്ളത്. 1000, 1500, 2000 പേരുടെ പരിപാടികൾ, 3000 പേരുടെ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് വന്നിരുന്നത്. അതങ്ങനെ കുഴപ്പമില്ല, ദൈവം സഹായിച്ചങ്ങനെ പ്രശ്നം തോന്നുന്നു. അവരത് പറയുന്നതാണല്ലോ നമ്മുടെ ഊർജം. നമുക്ക് വീണ്ടും വീണ്ടും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തോന്നുന്ന അവർ നന്നായി എന്ന് പറയുന്നതുകൊണ്ടാണ്. നല്ല അഭിപ്രായങ്ങൾ പറയണം, അങ്ങനെ എല്ലാവരെയും നമ്മൾ പറയണം. നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ പറയണം. ഇത് പഴയലക്കിടി സെക്കൻഡ് വില്ലേജിൻ്റെയും പഴയലക്കിടി സെൻറ്ററിൻ്റെയും എടുക്ക് വെച്ചൊരു ലീഗ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ്, ഹൈവേ തന്നെയാണ്. ഡിസ്പ്ലേ ഓഫീസാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ഗോഡൗണും കാര്യങ്ങളും വന്നിട്ടുള്ളത് അവിടെ ഏഷ്യൻ വില്ലാസ് എന്ന് പറഞ്ഞ് ഒരു ഏരിയ ഉണ്ട്, അവിടെയാണുള്ളത്.